ഓം ശാന്തി 11-3-2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾ കുട്ടികളെ സുഖവും ശാന്തിയും നിറഞ്ഞ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ. ശാന്തിധാമത്തിലും സുഖധാമത്തിലും തന്നെയാണ് ശാന്തി ഉള്ളത്. ചോദ്യം: ഈ യുദ്ധമൈതാനത്തിൽ മായ ഏറ്റവും ആദ്യം ഏത് കാര്യത്തിലാണ് യുദ്ധം ചെയ്യുന്നത്? ഉത്തരം: നിശ്ചയത്തിന്റെ കാര്യത്തിൽ. മുന്നോട്ടു പോകുമ്പോൾ നിശ്ചയം കുറയുന്നത് കാരണം മായയോട് തോറ്റുപോകുന്നു. സർവരുടെയും ദുഃഖം ഇല്ലാതാക്കി സുഖം നൽകുന്നവനായ ബാബ നമുക്ക് ശ്രീമതം തന്നുകൊണ്ടിരിക്കുന്നു. ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഒരിക്കലും മായയോട് തോൽക്കില്ല. ഗീതം: ഈ പാപത്തിന്റെ ലോകത്തിൽ നിന്നും സുഖവും ശാന്തിയും നിറഞ്ഞ ലോകത്തിലേക്ക് കൊണ്ടുപോകൂ. ഓം ശാന്തി. എവിടേക്ക് കൊണ്ടുപോകണം? എങ്ങനെ കൊണ്ടുപോകണം? ഇത് ആരോടാണ് പറയുന്നത്? ഇത് ലോകത്തിലുള്ള ആരും അറിയുന്നില്ല. നമ്പർവാർ പുരുഷാർത്ഥമനുസരിച്ച് ബ്രാഹ്മണകുല ഭൂഷണരായ നിങ്ങൾ അറിയുന്നുണ്ട്. ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിരിക്കുന്ന പരമാത്മാവ് തന്റെയും രചനയുടെയും ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം കേൾപ്പിച്ച് തന്നുകൊണ്ടിരിക്കുകയും സർവരുടെയും ദുഃഖം ശമിപ്പിച്ച് സുഖികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയുമാണ് എന്ന് നിങ്ങൾ കുട്ടികൾ അറിയുന്നുണ്ട്. ഇത് പുതിയ കാര്യമൊന്നുമല്ല. ബാബ ഓരോ കൽപ്പവും വന്ന് സർവർക്കും ശ്രീമതം തന്നുകൊണ്ടിരിക്കുകയാണ്. അതേ അച്ഛനും കുട്ടികളും തന്നെയാണ് എന്ന് കുട്ടികൾക്കറിയാം. നിങ്ങൾ കുട്ടികൾക്ക് ഈ നിശ്ചയം ഉണ്ടായിരിക്കണം. ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് കുട്ടികളെ സുഖധാമത്തിലേക്കും ശാന്തിധാമത്തിലേക്കും കൊണ്ടുപോകുവാൻ വേണ്ടിയാണ്. എന്നാൽ മായ ഈ നിശ്ചയം ഉറപ്പിക്കുവാൻ അനുവദിക്കുന്നില്ല. സുഖധാമത്തിലേക്ക് പോകെ പോകെ തോറ്റുപോകുന്നു. ഇത് യുദ്ധമൈതാനമാണ്. മറ്റെല്ലാ യുദ്ധങ്ങളും ബാഹുബലം കൊണ്ടുള്ളതാണ്. എന്നാൽ ഇത് യോഗബലം കൊണ്ടുള്ള യുദ്ധമാണ്. യോഗബലം വളരെ പ്രശസ്തമാണ്. അതുകൊണ്ടാണ് സർവരും യോഗം യോഗം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരേയൊരു പ്രാവശ്യമാണ് ഈ യോഗം പഠിക്കുന്നത്. മറ്റെല്ലാവരും തന്നെ പല പ്രകാരത്തിലുള്ള ഹഠയോഗങ്ങളാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് ബാബ വന്ന് രാജയോഗം പഠിപ്പിക്കുന്നത് എന്ന് അവർക്കറിയില്ല. അവർക്ക് പ്രാചീനമായ ഈ യോഗം പഠിപ്പിക്കുവാൻ സാധിക്കില്ല. നല്ല രീതിയിൽ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് അതേ ബാബ തന്നെയാണ് രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബാബയെ തന്നെയാണ് അല്ലയോ പതിത പാവന, വരൂ, ശാന്തിയുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് ഓർമ്മിക്കുന്നത്. ശാന്തിയുള്ളത് ശാന്തിധാമത്തിലും സുഖധാമത്തിലുമാണ്. ദുഃഖധാമത്തിൽ എങ്ങനെ ശാന്തിയുണ്ടാകും? ശാന്തിയില്ലാത്തതുകൊണ്ടാണ് ഡ്രാമയനുസരിച്ച് ബാബ വരുന്നത്. ഇത് ദുഃഖധാമമാണ്. ഇവിടെ ദുഃഖം തന്നെ ദുഃഖമാണ്. ദുഃഖത്തിന്റെ പർവ്വതങ്ങളാണ് ഉള്ളത്. എത്ര ധനവാനാണെങ്കിലും തീർച്ചയായും എന്തെങ്കിലും ദുഃഖം ഉണ്ടായിരിക്കും. വളരെ പ്രിയപ്പെട്ട ബാബയോടൊപ്പമാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് നിങ്ങൾ കുട്ടികൾ അറിയുന്നുണ്ട്. ഡ്രാമയുടെ രഹസ്യത്തെയും ഇപ്പോൾ നിങ്ങൾക്കറിയാം. ബാബ ഇപ്പോൾ വന്നിരിക്കുകയാണ്. നമ്മളെ കൂടെ കൊണ്ടുപോകും. ബാബ നമ്മൾ ആത്മാക്കളോടാണ് സംസാരിക്കുന്നത്. കാരണം ബാബ നമ്മൾ ആത്മാക്കളുടെ അച്ഛനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പാടപ്പെടുന്നത്. ആത്മാക്കളും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു എന്ന്. ശാന്തിധാമത്തിൽ സർവാത്മാക്കളും ഒരുമിച്ചാണ് വസിക്കുന്നത്. ബാബ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അവിടെ ബാക്കിയുള്ള കുറച്ച് അവിടെ നിന്നും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാബ
നിങ്ങൾക്ക് എത്രമാത്രം കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്? നിങ്ങൾ വളരെ കുറച്ചുപേർ മാത്രമാണ് ഉള്ളത്. പതുക്കെ പതുക്കെ വൃദ്ധിയുണ്ടാകും. നിങ്ങൾക്ക് ബാബയോട് വളരെ ഗുപ്തമായ സ്നേഹമുണ്ട്. നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെങ്കിലും ബാബ മധുബനിലുണ്ട് എന്നത് നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ട്. ബാബ പറയുന്നു, എന്നെ അവിടെ, അതായത് മൂലവതനത്തിൽ ഓർമ്മിക്കൂ. നിങ്ങളുടെ നിവാസസ്ഥാനവും അത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ബാബയെയും ഓർമ്മ വരും. ബാബ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. രാവണൻ നിങ്ങളെ പതിതവും തമോ പ്രധാനവുമാക്കി മാറ്റി. ഇപ്പോൾ സതോ പ്രധാനവും പാവനവും ആകണം. പതിതരായിട്ടുള്ളവർക്ക് എങ്ങനെ പോകാൻ സാധിക്കും? തീർച്ചയായും പവിത്രമാകണം. ഇപ്പോൾ സതോ പ്രധാനമായിട്ടുള്ള ഒരാൾ പോലും ഇല്ല. ഇത് തമോ പ്രധാനമായ ലോകമാണ്. ഇത് മനുഷ്യരുടെ കാര്യം തന്നെയാണ്. മനുഷ്യർക്ക് തന്നെയാണ് സതോ പ്രധാനത്തിന്റെയും സതോ രജോ തമോയുടെയും രഹസ്യം പറഞ്ഞു തരുന്നത്. ബാബ കുട്ടികൾക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് വളരെ സഹജമാണ്. നിങ്ങൾ ആത്മാക്കൾ നിങ്ങളുടെ വീട്ടിലായിരുന്നു. അവിടെ പവിത്ര ആത്മാക്കളാണ് ഉള്ളത്. അപവിത്രമായിരിക്കുവാൻ സാധിക്കില്ല. അതിന്റെ പേര് തന്നെ മുക്തിധാമം എന്നാണ്. ബാബ നിങ്ങളെ പാവനമാക്കി അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അതിനുശേഷം പാട്ടഭിനയിക്കുവാൻ വേണ്ടി സുഖധാമത്തിലേക്ക് വരുന്നു. നിങ്ങൾ സതോ രജോ തമോ അവസ്ഥകളിലൂടെ കടന്നുപോകുന്നു. ബാബ എവിടെയാണോ ശാന്തിയുള്ളത് അവിടേക്ക് ഞങ്ങളെ കൊണ്ടുപോകൂ എന്ന് പറയുന്നുമുണ്ട്. എവിടെ നിന്നാണ് ശാന്തി ലഭിക്കുന്നത് എന്ന് സന്യാസിമാർക്കും അറിയില്ല. സുഖവും ശാന്തിയും നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുക എന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. ബാബ നമുക്ക് 21 ജന്മങ്ങളിലേക്ക് സുഖം നൽകുവാനും പിന്നെ അവസാനം വരുന്നവർക്ക് മുക്തി നൽകുവാനും വേണ്ടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. അവസാനം വരുന്നവർക്ക് പാർട്ടും വളരെ കുറച്ചു മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. നിങ്ങളുടെ പാർട്ടാണ് ഏറ്റവും ഉയർന്നത്. നമ്മൾ 84 ജന്മങ്ങളുടെ പാർട്ട് ഇപ്പോൾ പൂർത്തി ആയിരിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാം. ചക്രം ഇപ്പോൾ പൂർത്തിയായി. പഴയ വൃക്ഷം മുഴുവനും ഇപ്പോൾ പൂർത്തിയാകണം. ഇപ്പോൾ നിങ്ങളുടെ ഈ ഗുപ്തമായ ഈശ്വരീയ ഗവൺമെന്റിനെ അഥവാ ദൈവിക വൃക്ഷത്തിന്റെ തൈ ചെടികൾ നടുകയാണ്. അവർ കാട്ടുമരങ്ങളുടെ തൈകളാണ് നടുന്നത്. ബാബ മുള്ളുകളെ മാറ്റി ദൈവിക പുഷ്പങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതും ഗവൺമെന്റാണ്. ഇതും ഗുപ്തമായ ഗവൺമെന്റാണ്. അവർ ചെയ്യുന്നതും ഇവിടെ നടക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എത്രമാത്രമുണ്ട് എന്ന് നോക്കൂ. അവർ ഒന്നും മനസ്സിലാക്കുന്നില്ല. മരങ്ങളുടെ തൈകൾ നട്ടുകൊണ്ടിരിക്കുന്നു. പല പ്രകാരത്തിലുള്ള തൈകളുണ്ട്. ചിലർ ഒന്ന് നടുന്നു, മറ്റു ചിലർ വേറൊന്ന്. നിങ്ങൾ കുട്ടികളെ ബാബ വീണ്ടും ദേവതയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സതോ പ്രധാന ദേവത ആയിരുന്നു. ഇപ്പോൾ 84ന്റെ ചക്രം കറങ്ങി തമോ പ്രധാനമായി മാറിയിരിക്കുന്നു. എപ്പോഴും സതോ പ്രധാനമായി തന്നെ ഇരിക്കുന്ന ആരും തന്നെയില്ല. ഓരോ വസ്തുവിനും പുതിയതിൽ നിന്നും പഴയതാകണം. നിങ്ങൾ 24 ക്യാരറ്റ് സ്വർണമായിരുന്നു. ഇപ്പോൾ 9 ക്യാരറ്റ് സ്വർണമുള്ള ആഭരണങ്ങളാണ്. വീണ്ടും 24 ക്യാരറ്റ് ആകണം. ആത്മാക്കളല്ലേ അങ്ങനെയാകുന്നത്? സ്വർണം എങ്ങനെയുള്ളതാണോ അതുപോലെ ആയിരിക്കും ആഭരണങ്ങളും. ഇപ്പോൾ കറുത്തു പോയിരിക്കുകയാണ്. ആദരവ് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ് കറുത്തത് എന്നതിനു പകരം ശ്യാമൻ എന്ന് പറയുന്നത്. ആത്മാവ് സതോ പ്രധാനവും പവിത്രവുമായിരുന്നു. ഇപ്പോൾ എത്രമാത്രം അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. വീണ്ടും പവിത്രമാകുവാൻ വേണ്ടിയുള്ള യുക്തി ബാബ പറഞ്ഞു തരികയാണ്. ഇത് യോഗാഗ്നിയാണ്.
ഇതിലൂടെ നിങ്ങളുടെ അഴുക്ക് ഇല്ലാതാകുന്നു. ബാബയെ ഓർമ്മിക്കണം. എന്നെ ഈ രീതിയിൽ ഓർമ്മിക്കൂ എന്ന് ബാബ പറഞ്ഞു തരുന്നു. ഞാനാണ് പതീത പാവനൻ. നിങ്ങളെ അനേക പ്രാവശ്യം ഞാൻ പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റിയിട്ടുണ്ട്. ഇതും നിങ്ങൾക്കറിയില്ലായിരുന്നു. ഇന്ന് നമ്മൾ പതീതമാണ്, നാളെ വീണ്ടും പാവനമാകും എന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. അവർ കൽപ്പത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിനാണ് എന്ന് പറഞ്ഞ് മനുഷ്യരെ ഘോര അന്ധകാരത്തിലേക്ക് തള്ളിയിട്ടു. ബാബ വന്ന് എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ പറഞ്ഞു തരുന്നു. നമ്മളെ ആരാണ് പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. ജ്ഞാനസാഗരനും പതീത പാവനനുമായ ബാബ സർവരുടെയും സദ്ഗതി ദാതാവാണ്. ഭക്തി മാർഗത്തിൽ മനുഷ്യർ എത്രമാത്രം മഹിമകൾ പാടുന്നുണ്ട്, എന്നാൽ അതിന്റെ അർത്ഥം അറിയുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് സ്തുതിക്കുന്നു. എല്ലാം കൂട്ടിക്കലർത്തിയിരിക്കുകയാണ്. ആരെന്ത് പഠിപ്പിച്ചുവോ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതെല്ലാം മറക്കൂ, എന്റേതായി മാറൂ. കുടുംബത്തിലിരുന്നു കൊണ്ടും വളരെ യുക്തിയോടുകൂടി മുന്നോട്ടു പോകണം. ഒരു ബാബയെ മാത്രമാണ് ഓർമ്മിക്കേണ്ടത്. അവരുടേത് ഹഠയോഗമാണ്. നിങ്ങൾ രാജയോഗികളാണ്. വീട്ടിലുള്ളവർക്കും ജ്ഞാനം കൊടുക്കണം. നിങ്ങളുടെ പെരുമാറ്റം കണ്ട് ഫോളോ ചെയ്യണം. ഒരിക്കലും പരസ്പരം വഴക്കുണ്ടാക്കരുത്. ഒരുപക്ഷെ വഴക്ക് കൂടുന്നുവെങ്കിൽ എന്ത് മനസ്സിലാക്കും? ഇവരിൽ വളരെയധികം ക്രോധമുണ്ട്. നിങ്ങളിൽ യാതൊരു വികാരവും ഉണ്ടാകരുത്. മനുഷ്യരുടെ ബുദ്ധി നശിപ്പിക്കുന്നതാണ് സിനിമ. അതൊരു നരകം പോലെയാണ്. അവിടെ പോകുന്നതിലൂടെ ബുദ്ധി നശിച്ചു പോകുന്നു. ലോകത്തിൽ എത്രമാത്രം അഴുക്കാണുള്ളത്. ഒരു ഭാഗത്ത് ഗവൺമെന്റ് നിയമം കൊണ്ടുവരുന്നു, അതായത് 18 വയസ്സ് പൂർത്തിയാകാതെ വിവാഹം കഴിക്കരുത്. എന്നിട്ടും എത്രമാത്രം വിവാഹം നടക്കുന്നു. മടിയിൽ കുട്ടികളെ ഇരുത്തി വിവാഹം കഴിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ അറിയുന്നു, ബാബ നമ്മളെ ചീച്ചി ലോകത്തിൽ നിന്ന് കൊണ്ടുപോകുന്നു. നമ്മളെ സ്വർഗത്തിന്റെ അധികാരി ആക്കുന്നു. ബാബ പറയുന്നു, നഷ്ടം മോഹ ആകൂ. കേവലം ബാബയെ ഓർമ്മിക്കൂ. കുടുംബത്തിൽ ഇരുന്നു കൊണ്ടും ബാബയെ ഓർമ്മിക്കൂ. കുറച്ചു പരിശ്രമിക്കൂ. അപ്പോൾ വിശ്വത്തിന്റെ അധികാരിയാകും. ബാബ പറയുന്നു, ബാബയെ മാത്രം ഓർമ്മിക്കൂ. ആസുരീയ അവഗുണങ്ങൾ ഉപേക്ഷിക്കൂ. ദിവസവും രാത്രി തന്റെ കണക്ക് കാണിക്കൂ. ഇതാണ് നിങ്ങളുടെ വ്യാപാരം. പക്ഷെ വളരെ കുറച്ചുപേർ മാത്രമാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഒരു സെക്കൻഡിൽ ദരിദ്രനിൽ നിന്ന് കിരീടധാരിയാക്കുന്നു. ഇന്ദ്രജാലമാണല്ലോ. അങ്ങനെയുള്ള ഇന്ദ്രജാലക്കാരന്റെ കൈ പിടിക്കുക തന്നെ വേണം. ആ ബാബ നമ്മളെ യോഗബലത്തിലൂടെ പതിതത്തിൽ നിന്നും പാവനമാക്കുന്നു. മറ്റാർക്കും അങ്ങനെ ആക്കി മാറ്റുവാൻ കഴിയില്ല. ഗംഗയിലൂടെ ആരും പാവനമാകുന്നില്ല. നിങ്ങൾ കുട്ടികളിൽ ഇപ്പോൾ എത്രമാത്രം ജ്ഞാനമുണ്ട്. ബാബ വീണ്ടും വന്നിരിക്കുന്നു. നിങ്ങൾ കുട്ടികളിൽ അത്രയും സന്തോഷം ഉണ്ടായിരിക്കണം. ദേവിമാരുടെ എത്ര ചിത്രം ഉണ്ടാക്കുന്നു. പക്ഷെ അവർക്ക് ആയുധവും മറ്റും നൽകി ഭയാനകമാക്കിയിരിക്കുന്നു. ബ്രഹ്മാവിന് പോലും എത്ര കൈ കാണിക്കുന്നു. ഇപ്പോൾ ബ്രഹ്മാവിന് ലക്ഷക്കണക്കിന് കൈകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇത്രയും ബ്രഹ്മകുമാർ കുമാരിമാർ ഈ ബാബയിലൂടെ ജനിച്ചതാണല്ലോ. അപ്പോൾ പ്രജാപിത ബ്രഹ്മാവിന് അത്രയും കൈകളുണ്ട്. നിങ്ങൾ രൂപ് ബസന്താണ്. നിങ്ങളുടെ വായിൽ നിന്ന് സദാ ജ്ഞാനരത്നങ്ങൾ വരണം. ജ്ഞാനരത്നമല്ലാതെ വേറൊരു കാര്യവുമില്ല. ഈ രത്നങ്ങളുടെ മൂല്യം തിട്ടപ്പെടുത്തുവാനേ കഴിയില്ല. ബാബ പറയുന്നു, മന്മന ഭവ. ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ ദേവതയാകും.
ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. രാത്രി ക്ലാസ് 11/3/1968. നിങ്ങളുടെ അടുത്ത് പ്രദർശിനിയുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വലിയ വലിയ വ്യക്തികൾ വരുന്നു. അവർ ഇത്രമാത്രം മനസ്സിലാക്കുന്നു, അതായത് ഭഗവാനെ ലഭിക്കുന്നതിന് വേണ്ടി ഇവർ നല്ല വഴി കണ്ടുപിടിച്ചു. ഏതുപോലെ ഭഗവാനെ പ്രാപ്തമാക്കുന്നതിനു വേണ്ടി സത്സംഗം ചെയ്യുന്നു, വേദങ്ങൾ പഠിക്കുന്നു, അതുപോലെ ഇവർ ഈ വഴി കണ്ടുപിടിച്ചു. ഇവരെ ഭഗവാൻ പഠിപ്പിക്കുന്നു, അത് അവർ മനസ്സിലാക്കുന്നില്ല. കേവലം നല്ല കർമ്മം ചെയ്യുന്നു, പവിത്രതയുണ്ട്, ഭഗവാനുമായി യോജിപ്പിക്കുന്നു. ഈ ദേവിമാർ നല്ല വഴി കണ്ടുപിടിച്ചു, അത്രമാത്രം. ആരാണോ ഉദ്ഘാടനം ചെയ്യുന്നത് അവർ സ്വയത്തെ ഉയർന്നത് എന്ന് മനസ്സിലാക്കുന്നു. ചില വലിയ വലിയ വ്യക്തികൾ ബാബയെക്കുറിച്ച് മനസ്സിലാക്കുന്നു, ഇത് ഏതോ മഹാപുരുഷനാണ്, പോയി ബാബയെ കാണാം. ബാബ പറയും, ആദ്യം ഫോം പൂരിപ്പിച്ചയക്കൂ. ആദ്യം നിങ്ങൾ കുട്ടികൾ അവർക്ക് ബാബയുടെ പൂർണ്ണ പരിചയം കൊടുക്കൂ. പരിചയം ഇല്ലാതെ വന്നിട്ട് എന്ത് ചെയ്യും? എപ്പോൾ പൂർണമായും നിശ്ചയം വരുന്നുവോ അപ്പോൾ ശിവബാബയുമായി മിലനം നടത്തുവാൻ കഴിയും. പരിചയമില്ലാതെ മിലനം ചെയ്തിട്ട് എന്ത് ചെയ്യും? ചില സമ്പന്നർ വരും, വിചാരിക്കും ഇവർക്കെന്തെങ്കിലും നൽകാം. പാവപ്പെട്ടവർ 1 രൂപ നൽകും, സമ്പന്നർ 100 രൂപ നൽകും. പക്ഷെ പാവപ്പെട്ടവന്റെ 1 രൂപയാണ് വിലയുള്ളത്. ആ സമ്പന്നർക്ക് ഒരിക്കലും ഓർമ്മയുടെ യാത്രയിൽ യഥാർത്ഥമായി ഇരിക്കുവാനേ കഴിയില്ല. അവർ ആത്മാഭിമാനി ആകില്ല. പതീതത്തിൽ നിന്നും പാവനം എങ്ങനെയാകാം? ഇത് ആദ്യം എഴുതി നൽകണം. തമോ പ്രധാനത്തിൽ നിന്ന് സതോ പ്രധാനമാകണം. ഇതിൽ പ്രേരണയുടെ കാര്യമൊന്നുമില്ല. ബാബ പറയുന്നു, ബാബയെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ തുരുമ്പ് ഇല്ലാതാകും. പ്രദർശിനിയും മറ്റും കാണുവാൻ വരുന്നു. പക്ഷേ പിന്നീട് 2-3 പ്രാവശ്യം വന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ അവർക്ക് അമ്പ് തറച്ചു എന്ന് മനസ്സിലാക്കാം. ദേവതാധർമ്മത്തിലേതാണ്. അവർ ഭക്തി നല്ല രീതിയിൽ ചെയ്തു. ചിലർക്ക് നല്ലതായി തോന്നുന്നു, പക്ഷെ ലക്ഷ്യം മനസ്സിലാക്കുന്നില്ല. പിന്നെ അവരെ കൊണ്ട് എന്ത് പ്രയോജനം? ഡ്രാമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങൾ കുട്ടികൾ അറിയുന്നു. ഏതൊന്നാണോ നടന്നുകൊണ്ടിരിക്കുന്നത് ബുദ്ധിയിലൂടെ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. നിങ്ങളുടെ ബുദ്ധിയിൽ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആര് എന്തു ചെയ്തുവോ അത് തന്നെ ചെയ്യുന്നു. ബാബ ആരിൽ നിന്നെടുക്കുന്നു, ആരിൽ നിന്നെടുക്കുന്നില്ല, ഇത് ബാബയുടെ കയ്യിലാണ്. ഇപ്പോൾ സെന്റർ തുറക്കുന്നു, അപ്പോൾ ഈ പൈസ പ്രയോജനത്തിൽ വരുന്നു. എപ്പോൾ നിങ്ങളുടെ പ്രഭാവം ഉണ്ടാകുന്നുവോ പിന്നീട് ഈ പൈസ എന്തു ചെയ്യും? പതിതരിൽ നിന്ന് പാവനമാകുക, ഇതാണ് മുഖ്യ കാര്യം. ഇതിൽ മുഴുകുന്നതും ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. ആഹാരം കഴിക്കൂ, ബാബയെ ഓർമ്മിക്കൂ. മനസ്സിലാക്കും, ആദ്യം നമുക്ക് ബാബയിൽ നിന്ന് സമ്പത്തെടുക്കണം. നമ്മൾ ആത്മാവാണ്. ഇതാദ്യം പക്കായാക്കണം. അങ്ങനെയുള്ള ആരെങ്കിലും വരുന്നുവെങ്കിൽ തീവ്രമായി പോകാൻ കഴിയും. വാസ്തവത്തിൽ നിങ്ങൾ കുട്ടികൾ മുഴുവൻ വിശ്വത്തെയും യോഗബലത്തിലൂടെ പവിത്രമാക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലഹരി ഉണ്ടായിരിക്കണം? മുഖ്യ കാര്യം പവിത്രതയിലാണ്. ഇവിടെ പഠിപ്പിക്കുന്നുമുണ്ട്, പവിത്രവുമാകണം, സ്വച്ഛവുമായിരിക്കണം. ഉള്ളിൽ വേറൊരു കാര്യവും ഓർമ്മ വരരുത്. അശരീരി ഭവ, ഇത് കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഇവിടെ നിങ്ങൾ പാർട്ട് അഭിനയിക്കുവാൻ വന്നിരിക്കുന്നു. ഓരോരുത്തർക്കും അവരവരുടെ പാർട്ട് അഭിനയിക്കണം.
ഈ ജ്ഞാനം ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ഏണിപ്പടിയുടെ ചിത്രവും നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയും. രാവണ രാജ്യം പതീതം, രാമരാജ്യം പാവനം. വീണ്ടും പതീതത്തിൽ നിന്നും പാവനം എങ്ങനെയാകും? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഇതിനെയാണ് വിചാരസാഗര മന്ഥനം എന്ന് പറയുന്നത്. 84 ജന്മത്തിന്റെ ചക്രം ഓർമ്മയിൽ വരണം. ബാബ പറയുന്നു, ബാബയെ ഓർമ്മിക്കൂ. ഇതാണ് ആത്മീയ യാത്ര. ബാബയുടെ ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാകും. ആ സ്ഥൂല യാത്രയിലൂടെ വീണ്ടും വികർമ്മമുണ്ടാകുന്നു. പറയൂ, ഇത് ഏലസാണ്, അതായത് രക്ഷാ കവചമാണ്. ഇതിനെ മനസ്സിലാക്കൂ, എങ്കിൽ എല്ലാ ദുഃഖവും ഇല്ലാതാകും. ഏലസ് അണിയുന്നത് തന്നെ ദുഃഖം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ്. ശരി, മധുരമധുരമായ വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും ഗുഡ് നൈറ്റും. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. നഷ്ടമോഹയായി ബാബയെ ഓർമ്മിക്കണം. കുടുംബത്തിലിരുന്നും വിശ്വത്തിന്റെ അധികാരിയാകുന്നതിന് പരിശ്രമിക്കണം. അവഗുണങ്ങൾ ഉപേക്ഷിക്കണം. 2. തന്റെ പെരുമാറ്റം അങ്ങനെയുള്ളതായിരിക്കണം. അതുകണ്ട് എല്ലാവരും ഫോളോ ചെയ്യണം. യാതൊരു വികാരവും ഉള്ളിൽ ഉണ്ടായിരിക്കരുത്. ഇത് പരിശോധിക്കണം. വരദാനം: ഡബിൾ സേവനത്തിലൂടെ അലൗകിക ശക്തിയുടെ സാക്ഷാത്കാരം ചെയ്യിപ്പിക്കുന്നവരായ വിശ്വസേവാധാരിയായി ഭവിക്കട്ടെ. ഏതുപോലെ ബാബയുടെ സ്വരൂപം തന്നെ വിശ്വസേവകൻ, അതുപോലെ താങ്കളും വിശ്വസേവാധാരിയാണ്. ശരീരത്തിലൂടെ സ്ഥൂല സേവനം ചെയ്യുമ്പോഴും മനസ്സിലൂടെ വിശ്വപരിവർത്തനത്തിന്റെ സേവനം ചെയ്യുന്നതിൽ തൽപരരാകൂ. ഒരേ സമയം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരുമിച്ച് സേവനം ചെയ്യണം. ആരാണോ മനസ്സാ സേവനവും കർമ്മണാ സേവനവും ഒപ്പമൊപ്പം ചെയ്യുന്നത്, അവരെ കാണുന്നവർക്ക് ഈ അനുഭവം അല്ലെങ്കിൽ സാക്ഷാത്കാരം ലഭിക്കും. ഏതോ അലൗകിക ശക്തി ഇവരിലുണ്ട്. അതിനാൽ ഈ അഭ്യാസത്തെ നിരന്തരവും സ്വാഭാവികവുമാക്കി മാറ്റൂ. മനസ്സാ സേവനത്തിന് വേണ്ടി വിശേഷിച്ചും ഏകാഗ്രതയുടെ അഭ്യാസം വർദ്ധിപ്പിക്കൂ. സ്ലോഗൻ: സർവരുടെയും ഗുണഗ്രാഹിയാകൂ, എന്നാൽ ബ്രഹ്മബാബയെ ഫോളോ ചെയ്യൂ. അവ്യക്ത സൂചന: സത്യതയുടെയും സഭ്യതയുടെയും സംസ്കാരത്തെ സ്വായത്തമാക്കൂ. ഇപ്പോൾ സത്യതയുടെയും നിർഭയതയുടെയും ആധാരത്തിൽ സത്യത പ്രത്യക്ഷപ്പെടുത്തൂ. വായിലൂടെ സത്യതയുടെ അതോറിറ്റി സ്വതവേ ബാബയുടെ പ്രത്യക്ഷത ചെയ്യും. ഇപ്പോൾ പരമാത്മാ ബോംബ്, അതായത് സത്യമായ ജ്ഞാനത്തിലൂടെ ഭൂമിയെ പരിവർത്തനം ചെയ്യൂ. ഇതിനുള്ള സഹജ സാധനയാണ് സദാ വായിലൂടെ അല്ലെങ്കിൽ സങ്കല്പത്തിൽ നിരന്തരം ജപമാല പോലെ പരമാത്മാ സ്മൃതി ഉണ്ടായിരിക്കണം. എല്ലാവരുടെയും ഉള്ളിൽ ഒരേ ഒരു ശബ്ദം ഉണ്ടായിരിക്കണം: എന്റെ ബാബ. സങ്കല്പത്തിൽ, വാക്കിൽ, കർമ്മത്തിൽ ഈ അഖണ്ഡ ശബ്ദം ആയിരിക്കണം. ഇത് തന്നെയാണ് അജപാ ജാപം. എപ്പോഴാണോ ഈ അജപാ ജാപം നടക്കുന്നത്, അപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും സ്വതവേ സമാപ്തമാകും. ഓം ശാന്തി.